വീണ്ടും റഡാർ പരിശോധനയാണ്. റഡാർ പരിശോധനയ്ക്ക് വേണ്ടി വീണ്ടും എല്ലാവരെയും മാറ്റുന്നുണ്ട്. അല്ലമീൻ നമുക്കൊപ്പം ചേരും. അല്ലമീൻ, റഡാർ പരിശോധന വീണ്ടും നടക്കാൻ പോവുകയാണോ? കൃത്യമായ ലൊക്കേഷൻ സ്പോട്ട് ചെയ്യാൻ ഇനി ഒരിക്കൽ കൂടി സിഗ്നലിൽ ബ്ലൂ ഗ്രാഫ് തെളിഞ്ഞാൽ അത് ഉറപ്പിക്കാൻ സാധിക്കും അവിടെ ശ്വസിക്കുന്ന ഒരു ജീവിയുണ്ട്. അതൊന്നുകിൽ മനുഷ്യനല്ലെങ്കിൽ മറ്റാരോ ഒരാൾ. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇപ്പോൾ ആ കലിങ്ങിനുള്ളിൽ ഈ JCBയുടെ ബക്കറ്റുകൾ എത്തി മണ്ണ് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ ബക്കറ്റിൽ ഇരുന്നു കൊണ്ട് ആളുകൾ ഇരുന്നു കൊണ്ട് കല്ലും മണ്ണും ചെളിയും ഒക്കെ മാറ്റുകയായിരുന്നു. അതിനിടെ ഇപ്പോൾ സൈന്യവും കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. പട്ടാളക്കാരും ആ കലങ്കിനുള്ളിൽ കയറി പരിശോധിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരിക്കൽ കൂടി റഡാർ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് പ്രദേശത്തുള്ള ആളുകളേക്ക് മാറ്റുകയാണ്. നേരത്തെ ഈ ആദ്യം റഡാർ പരിശോധന നടത്തിയപ്പോഴും പരിസരത്തുള്ള ആളുകളേക്ക് ഒരു നിശ്ചിത ദൂരപരിധിയിലേക്ക് മാറ്റിയിരുന്നു. കാരണം ആളുകളുടെ സാന്നിധ്യവും മൊബൈൽ ഫോണിന്റെ സാന്നിധ്യവും ഒക്കെ ഉണ്ടെങ്കിൽ നിശ്ചിത പരിധിയിൽ ആ റഡാർ സിഗ്നലുകൾ കൃത്യമായി ലഭിക്കില്ല. അതുകൊണ്ട് ആളുകളെ മാറ്റിയിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ നമ്മളെയും പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് ഒരു പരിസരത്ത് നിന്ന്. പൂർണ്ണമായുമല്ല, ഒരു നിശ്ചിത പരിധി. അവരെവിടെയാണോ ആ പരിശോധന ഉദ്ദേശിക്കുന്നത്, അവരെവിടെയാണോ ആ ഉദ്യോഗസ്ഥരെ സ്പോട്ട് ചെയ്തിട്ടുള്ളത്, അവിടെ കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി, കുറച്ചുകൂടി ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. റഡാർ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരും അതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരും റോഡിന്റെ ഒരു ഭാഗത്ത് നിന്ന് NDRF സംഘത്തോടൊപ്പം കൂടിയാലോചനകൾ നടത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അവർ അവിടെയാണ് ആ റഡാറിന്റെ ഉപകരണമൊക്കെ അവരുടെ പക്കലാണുള്ളത്. അതിലാണ് സിഗ്നൽ കിട്ടുന്നത്. ഇപ്പോൾ ആ നടപടിയിലേക്ക് അവർ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിന്റെ ഭാഗമായി പരിസരത്തു നിന്നുള്ള ആളുകളേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കലങ്കിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളത്തിന് ചാല് വെട്ടിക്കൊണ്ടിരുന്ന സൈന്യത്തെ ഉൾപ്പെടെ അവിടുത്തെ മാറ്റുന്നു. ഈ കലങ്കിനുള്ളിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരെ, അവർ ഉദ്യോഗസ്ഥരായിരുന്നില്ല, സർക്കാർ സംവിധാന ഭാഗമായിട്ടല്ല കലങ്കിനുള്ളിലേക്ക് ആളുകൾ കയറിയത്. അവർ സന്നദ്ധ പ്രവർത്തകരാണ്. DYFIയുടെ യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തകരാണ് കലങ്കിനുള്ളിൽ കയറി നേരത്തെ പരിശോധന നടത്തിയത്. ഇപ്പോൾ അവരെയും സൈന്യം പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി അത് സൈന്യം ഏറ്റെടുക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. മൺവെട്ടിയും കമ്പിപ്പാറകളുമായി സൈന്യം പട്ടാള ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ട് അവർ ആ പ്രദേശത്ത് വലയം ചെയ്ത് നിൽക്കുകയാണ്. അതിനകത്ത് നേരത്തെ കയറി മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരുന്ന, കലങ്കിനകത്തേക്ക് കയറി മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരുന്ന ആ സന്നദ്ധ പ്രവർത്തകരേക്ക് സൈന്യം പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റുന്നു. സൈന്യവും അവിടെ നിൽക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരും ഒരു നിശ്ചിത പരിധിയിലേക്ക് മാറുകയാണ്. നമുക്ക് അതുകൊണ്ടാണ് നേരത്തെ ആ കലങ്കിനുള്ളിൽ നിന്നുള്ള ക്ലോസ് ഷോട്ട്സ് പ്രേക്ഷകരിലേക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നഷ്ടമാകാൻ കാരണം ആ പ്രദേശത്ത് നമ്മൾ അല്പം മാറിക്കൊടുത്തത് കൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അലമീൻ. ഞാൻ അലമീനിലേക്ക് തിരിച്ചു വരാം. എനിക്കൊന്ന് TV പ്രസാദിലേക്ക് കൂടി പോകണം. വീണ്ടും സിഗ്നലിൽ ബ്ലൂ ഗ്രാഫാണ് ഉയരുന്നതെങ്കിൽ ഇപ്പോൾ DYFIയുടെ യൂത്ത് ബ്രിഗേഡാണ് ആ കലങ്ങിന്റെ ഉള്ളിൽ അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അവരെ ഇപ്പോൾ അവിടെ നിന്നും മാറ്റി ഇനി ആർമി അത് ഏറ്റെടുക്കാൻ പോവുകയാണ്. ആർമിയും കൾവേർട്ടിനുള്ളിൽ, ആ കലങ്ങിനുള്ളിൽ എന്താണ് എന്നത് പരിശോധിക്കും. രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല. സാധാരണ 5 മണി കഴിയുമ്പോഴേക്കും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ വെതർ കണ്ടീഷൻ അനുകൂലമാണ്. ഇരുള് വീഴുന്നതിന് മുൻപ് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടാവണം. 2 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ. ഒന്ന്, ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിൽ തെളിഞ്ഞിരിക്കുന്ന ജീവവസ്തു ഏതാണ്? ശ്വസിക്കുന്ന ഒരു ജീവിയുണ്ട്, അത് ഏതാണെന്ന് കണ്ടെത്തണം. അത് യൂസഫിന്റെ വീടിന്റെ പരിസരത്ത് അടുക്കള ഇരുന്ന ഭാഗത്താണ് ആദ്യം തെരച്ചിൽ നടത്തിയത്. അതിന് തൊട്ട അടുത്തുള്ള ഭാഗത്തേക്ക് വീണ്ടും തെരച്ചിൽ നടത്താൻ പോകുന്നു. അവിടെ ഈ JCB ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി GPR ഉപയോഗിച്ചുകൊണ്ട്, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് ആ പരിസരത്ത് ജീവസാന്നിധ്യം ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഉദ്യോഗസ്ഥർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം തന്നെ അതിനോട് തൊട്ടടുത്തുള്ള ഒരു കലങ്കിൽ, ആ കലങ്കിൽ വെള്ളവും പാറയും കെട്ടിക്കിടക്കുന്നത് കാണാം. അതിൽ ഒരു ശരീരമുണ്ട് എന്ന ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള വെള്ളവും ക്ലിയർ ചെയ്യുന്നു. രക്ഷാപ്രവർത്തകരും സൈനികരും DYFIയുടെ പ്രവർത്തകരും അടക്കമുള്ള സന്നദ്ധ സംഘടനയും രക്ഷാദൗത്യവും സ്ഥലത്തിപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നതും നമ്മളടക്കമുള്ളവർ ശ്വാസമടക്കി കാത്തിരിക്കുന്നതും ഈ തെരച്ചിലിനിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് വേണ്ടിയാണ്. ജീവനുള്ള ഒരാളെ 4 ദിവസത്തിനു ശേഷം ഈ മുണ്ടകൈയിൽ നിന്നും, മണ്ണിനടിയിൽ നിന്നും, ചെളിയിൽ നിന്നും നമ്മൾ സംരക്ഷിച്ച് പിടിച്ച് ജീവനോടെ തിരികെ കൊണ്ടുപോകുന്നു എന്ന ശുഭവാർത്ത കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ 1000-1 അംശം മാത്രം സാധ്യതയുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്ന് പ്രേക്ഷകർ കരുതണം. തീർച്ചയായും പ്രതീക്ഷ നൽകുന്നതാണ്. സുനിൽകുമാറിൻ്റെ ജ്യേഷ്ഠൻ സുദേവനോ, സുദേവൻ്റെ മകനോ, അതല്ലെങ്കിൽ യൂസഫിൻ്റെ വാപ്പയോ, യൂസഫിൻ്റെ സഹോദരനോ, നാസറോ, നാസറിൻ്റെ മകനോ, യൂനസിൻ്റെ വാപ്പയോ, യൂനസിൻ്റെ സഹോദരനോ, അതല്ലെങ്കിൽ നാസറോ, ആരാണ് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ശ്വസിക്കുന്ന ഒരു ജീവി ഈ മണ്ണിനടിയിൽ പുതഞ്ഞു കിടപ്പുണ്ട് എന്ന് റഡാർ സിഗ്നൽ കിട്ടിയത് വലിയ പ്രതീക്ഷയാണ്. ഒരിക്കൽ കൂടി 2 തവണ സിഗ്നൽ കിട്ടി. 3ാമത്തെ തവണ കൂടി സിഗ്നൽ കൈമാറാൻ പോകുന്നു. പരിശോധന ആർമിക്ക് പൂർണ്ണമായും കൈമാറിയിരിക്കുകയാണ്. DYFIയുടെ യൂത്ത് ബ്രിഗേഡാണ് ഇതുവരെയും വളരെ സാഹസികമായി ആ ക്രെയിനിൽ നിന്നുകൊണ്ടുള്ള പരിശോധന നടത്തിയത്. ഇപ്പോൾ പരിശോധന നടത്താൻ പോകുന്നത്
ആർമി സംഘമാണ്. ആ ആർമി സംഘം പരിശോധന നടത്തുന്നതോടൊപ്പം ആ കലിങ്കിലുള്ള പരിശോധന നടത്തുന്നതിനോടൊപ്പം തന്നെ യൂനുസിന്റെ വീടിന്റെ പരിസരത്ത് വീണ്ടും ഒരു റഡാർ സിഗ്നൽ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി നടത്തും. നമുക്കതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. റിപ്പോർട്ടറിന്റെ 4 ക്യാമറ യൂണിറ്റുകൾ ഒരേ സ്ഥലത്താണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.